ഫൈനലി ഇതാ ഞാനും ചെയ്തു നമ്മുടെ വൈറൽ പേപ്പർ സോപ്പ്. വിചാരിക്കുന്ന പോലെയല്ല, സംഭവം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ കുറച്ച് ഹാൻഡ് വാഷ് എടുക്കുക, എ4 ഷീറ്റ് എടുക്കുക, എ4 ഷീറ്റിലോട്ട് ഹാൻഡ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പേപ്പർ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ആക്കാഞ്ഞത് ടിഷ്യൂവിലോട്ട് ഈ ഹാൻഡ് വാഷ് തേക്കുമ്പോൾ തന്നെ അതങ്ങ് ഫുൾ അലുത്ത് പോവും. അപ്പോൾ ഇതിനി അവിടെ ഇരുന്നൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇതിടാനായിട്ടുള്ളൊരു പേപ്പർ പൗച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലൊരു പീസ് ചാർട്ട് പേപ്പർ എടുക്കുക, ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് ഞാനൊന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന രണ്ട് സൈഡും കൂടെ ഞാനൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ പൗച്ച് ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ക്യൂട്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ 1-2 സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് സ്റ്റിക്കേഴ്സ് ഒന്നുമില്ല. അപ്പോൾ സ്റ്റിക്കർ ഇല്ലെങ്കിൽ എന്താ, നമ്മളതങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഇഷ്ടമുള്ളൊരു പടം വരച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു റാബിറ്റിനെ ഉദ്ദേശിച്ചാണ് ഞാൻ വരച്ചത്. പക്ഷേ ഇതിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ക്യാറ്റാണെന്ന്. അപ്പം ഇനിയിപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ക്യാബിറ്റ് എന്ന് വല്ലതും വിളിക്കാം. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, സംഭവം കാണാൻ കുറച്ച് ക്യൂട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഒന്ന് സെല്ലോ ടേപ്പിൽ കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ പേപ്പർ പൗച്ച് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് ഓഫ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പേപ്പർ സോപ്പാന്ന് 10 പേര് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് പേപ്പർ സോപ്പ് എന്ന് എഴുതി ഒരു ലേബലും കൂടെ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ ഒരു പേപ്പർ സോപ്പ് ഉണ്ടായിരുന്നു, അതിങ്ങനെ ഒരു സോപ്പിൻ്റെ ഷേപ്പിലാണ്, ഒരു 8 പോലൊരു ഷേപ്പിൽ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത ഹാൻഡ് വാഷ് ആ ഒരു ഓറഞ്ച് കളർ ഹാൻഡ് വാഷ് ആയിരുന്നല്ലോ, അതിൻ്റെയാണ് ഈ പേപ്പറിലുള്ള പാടുകൾ, അല്ലാതെ ചെളിയൊന്നും അല്ല. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഈ പേപ്പറിൻ്റെ ആ ഒരു റെസിഡ്യൂ ഇങ്ങനെ കിടക്കും, അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം. അപ്പോൾ ഇനി സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇതുപോലൊരു സാധനം കൊണ്ടുവന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.